നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിവോയുടെ Y200 Pro എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡൽ ഫോണാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിലാണ് Y200 Pro എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് Y200 ഈയുടെ ഒരു സക്സസർ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് Y200 Pro. കർവ് ഡിസൈനിക്കാണ് വരുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സിലിക്ക് ഗ്രീൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഈ ഒരു സിലിക്ക് ഗ്രീൻ എന്ന് പറയുന്ന ഫോൺ വരുന്നത് AG ഗ്ലാസ് മെറ്റീരിയലാണ്. ബാക്ക് അതുപോലെ സ്മൂത്താണ്. അതുപോലെ ഒരു സ്കൈഡ് ഡിസൈനിക്ക് വരുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു Y200 Proയുടെ സിലിക്ക് ഗ്രീൻ കളർ വരുന്നത്. ഇത് രണ്ട് കളറിലാണ് വരുന്നത്. ഒന്ന് സിലിക്ക് ഗ്രീനും സിലിക്ക് ബ്ലാക്കും. സിലിക്ക് ബ്ലാക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു കോംബി ഫൈബറാണ്, ഒരു ഫൈബർ മെറ്റീരിയലാണ് വരുന്നത്. AG ഗ്ലാസ് മെറ്റീരിയലല്ല, തിന്നാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു സിലിക്ക് ഗ്രീൻ്റെ വെയിറ്റ് വരുന്നത് 7.57 mm തിക്നെസ്സും 183 ഗ്രാം ഭാരവുമാണ് വരുന്നത്. എന്നാൽ സിലിക്ക് ബ്ലാക്കിലോട്ട് വരികയാണെങ്കിൽ 7.49 mm തിക്നെസ്സും 172 ഗ്രാം ഭാരവുമാണ് വരുന്നത്. അതായത് സിലിക്ക് ബ്ലാക്കിലോട്ട് വരുമ്പോൾ വെയിറ്റ് കുറവുണ്ട്. എന്നാൽ സിലിക്ക് ഗ്രീനിലോട്ട് വരുമ്പോൾ AG ഗ്ലാസ് മെറ്റീരിയലിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ സ്ലിം ആയിട്ടുള്ളൊരു നല്ല ഫീലിലേക്ക് കിട്ടുന്ന ഒരു ഫോണാണ്. വിവോയുടെ ഫോൺ നമുക്കറിയാം വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. എന്നാൽ അത്യാവശ്യം നല്ല ബലമുള്ള, അതായത് പൊട്ടിപ്പോകാത്ത അല്ല ബെൻഡാകാത്ത മോഡൽ ഫോണുകളാണ് വിവോയുടെ ഫോണുകൾ. ഇവിടെ നമുക്ക് Y200 Proയിൽ കിട്ടുന്നത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഫുൾ HD+ റെസൊല്യൂഷനിലേക്ക് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 105% കളർ സാച്ചുറേഷനൊക്കെ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഒരു ഗ്രീൻ ടോണിൽ വരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. IP54 റേറ്റിങ്ങും 64 MB OIS സപ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് പോർട്രേറ്റ് ക്യാമറകളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഫങ്ഷനൊക്കെ ഈ ക്യാമറയിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫങ്ഷനൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് പോർട്രേറ്റ് മോഡുകളും അതുപോലെ തന്നെ സിനിമാറ്റിക് മോഡ്, അങ്ങനെയുള്ള മൈക്രോ മോഡ്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MB OIS സപ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് പോർട്രേറ്റൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഡെപ്ത് സെൻസറൊക്കെ അടങ്ങുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള, കളർ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ബൊക്കെ എഫക്റ്റൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ടച്ചൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ സ്മൂത്ത് ഡിസ്പ്ലേ തന്നെ അറിയാം. ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ വിലക്കുറവിൽ, ഏറ്റവും വില കുറഞ്ഞ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ തന്നെയാണ് Y200 Pro. അടുത്ത ഇതിൻ്റെ പ്രൊസസ്സറിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 2.4 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന ഒരു പ്രൊസസ്സറാണ്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. പക്ഷേ എന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ കർവ്ഡ് ഡിസ്പ്ലേക്ക് വരുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രൊസസ്സർ തന്നെയാണെന്ന് പറയാം. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്നതാണ് ഈ പ്രൊസസ്സർ. Adreno 619 എന്ന് പറഞ്ഞ GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. LPDDR4X റാമും USF 2.2 ഒക്കെയാണ് സ്റ്റോറേജ് ടൈപ്പൊക്കെ വരുന്നത്. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. നമുക്ക് 4K റെക്കോർഡിംഗ് ഒന്നും വരുന്നില്ല. റിയർ ക്യാമറയിലാണെങ്കിലും 4K റെക്കോർഡിംഗ് ഒന്നും വരുന്നില്ല. ഫുൾ HD+ ആയിട്ട് 30 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഹയർ വേരിയൻറ്റിൽ കിട്ടുന്ന പോലെ ഒരു 4Kയുടെ സപ്പോർട്ടിംഗ് ഒന്നും റിയർ ക്യാമറയിലും വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലോട്ടും വരുന്നില്ല. ഒരു 5G സെറ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ ഉള്ളതാണ്. ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അത് സ്ക്രീനിൽ തന്നെയാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 8 GB റാം 128 GB എന്ന് പറഞ്ഞ ഒറ്റ വേരിയൻ്റാണ് വന്നിരിക്കുന്നത്. ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലും യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഫോണാണ്. കാരണം 5000 mAh ബാറ്ററി, 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 64 MB OIS ക്യാമറ, അതുപോലെ തന്നെ 3D കർവ്ഡ് ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. അപ്പോൾ വിഷ്വൽ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേക്ക് ഇഷ്ടപ്പെടുന്നവർക്കും വളരെ തിന്നായിട്ടുള്ള എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Y200 Pro. അത്യാവശ്യം തരക്കേടില്ലാത്ത, ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നോർമലായിട്ടുള്ള അത്യാവശ്യം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4K റെക്കോർഡിംഗ് കിട്ടുന്നില്ല എന്നതൊരു നെഗറ്റീവാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലതാണ്. നെറ്റ്വർക്ക് ആണെങ്കിലും വൈഫൈയുടെ സ്പീഡാണെങ്കിലും അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള നെറ്റ്വർക്കിംഗ് റിസപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് ഒരു ഓഫ്ലൈനിലേക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്.
അത് ഈ ഒരു 25,000 രൂപയ്ക്ക് കർവഡ് ഡിസ്പ്ലേ കിട്ടുന്നത് ഏക വിവോയിൽ മാത്രമാണ്. ബാക്കിയുള്ള ബ്രാൻഡുകളിലേക്ക് വരുമ്പോൾ ഒരു 30,000 രൂപ റേഞ്ചിലോട്ട് പോകുന്നത് വിവോയിൽ വരുമ്പോൾ അത് 24,000 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 24,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിന് നിലവിൽ ഒറ്റ വേരിയൻറ്റുകളേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടിയ വേരിയൻറ്റുകൾ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിൽ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യலாம். അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ബൈ.